എന്താണ് ഇൻവോയ്സുകൾ? ബില്ലുകൾ എന്നായിരിക്കും എല്ലാവർക്കും പരിചിതമായ പദം. ജി എസ് ടിയിൽ പൊതുവെ GST ഇൻവോയ്സ് അല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സ് എന്നാണ് ഉപയോഗിക്കുന്നത്. ജി എസ് ടിയുടെ ആദ്യ ക്ലാസ്സിൽ വിവരിച്ചതുപോലെ വസ്ത്രങ്ങളോ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ സേവനങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ മൂല്യത്തോടൊപ്പം ഉപഭോക്താവ് GST കൂടി കൊടുക്കുന്നുണ്ട്. ഒരു ഇൻവോയ്സിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ തുകകൾ കൈമാറുന്നത്. ഈ ബിസിനസ്സുകൾ ചെയ്യുന്നവർ വാങ്ങുന്നവർക്ക് ഇൻവോയ്സുകൾ കൊടുക്കാൻ ബാധ്യസ്ഥരുമാണ്. മിനിമം ഒരു ടാക്സ് ഇൻവോയ്സിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായി നമുക്ക് കാണാം. നെയിം. ഏത് ബിസിനസ്സാണോ ആ ബിസിനസ്സിൻ്റെ ട്രേഡ് നെയിം ഇൻവോയ്സിലുണ്ടാകും. കൂടുതലും ഏറ്റവും മുകളിലായിരിക്കും ഇവ കാണിക്കുന്നത്. രണ്ടാമത്തത് ബിസിനസ് അഡ്രസ്സ്. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, GST IN. GSTയിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകൾ നികുതി ഈടാക്കി ഗവൺമെൻറ്റിലേക്ക് നൽകുന്നതിന് ലഭിക്കുന്ന ഐഡൻറ്റിഫിക്കേഷനാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. GST IN എന്നത് 15 ക്യാരക്ടേഴ്സ് ഉൾപ്പെടുന്നതായിരിക്കും. ആദ്യത്തെ 2 എണ്ണം സ്റ്റേറ്റിനെ കാണിക്കുന്നതും പിന്നീടുള്ള 10 എണ്ണം പെർമനൻ്റ് അക്കൗണ്ട് നമ്പറും അവസാനത്തെ 3 എണ്ണം GSTയുടെ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതുമായിരിക്കും. നാലാമത്തത് ഏത് തീയതിയിലാണ് ഇൻവോയ്സ് നൽകുന്നത് എന്നുള്ളത്. അഞ്ചാമത്തത് കൃത്യമായ ഒരു ഇൻവോയ്സ് നമ്പർ ഉണ്ടായിരിക്കണം. 6 റിസീവ് ചെയ്യുന്ന ആളുടെ പേരും അഡ്രസ്സും. വലിയ തുകയ്ക്ക് അഡ്രസ്സ് നിർബന്ധമാണ്. പർച്ചേസ് ചെയ്യുന്നത് GST IN ഉള്ളവരാണെങ്കിൽ GST INും അതുപോലെ പ്ലേസ് ഓഫ് സപ്ലൈയും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. ഏഴാമത്തേത് സ്വീകരിക്കുന്ന ഉൽപ്പന്നമോ സേവനമോ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു ഇൻവോയ്സിൽ തന്നെ ഒന്നിലധികം ഐറ്റംസ് വരുമ്പോൾ കൃത്യമായ സീരിയൽ നമ്പർ, പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സേവനത്തിൻ്റെ പേര്, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്, GST എത്ര ശതമാനമാണെന്നുള്ളത്, GST എമൗണ്ട്, ടോട്ടൽ ആകെ തുകയും അതുപോലെ തന്നെ അത് വേർഡ്സിലും കാണിച്ചിട്ടുണ്ടാവണം. സ്ഥാപനത്തിൻ്റെ സീലും സൈനും GST ഇൻവോയ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. വ്യത്യസ്ത നികുതി നിരക്കിലുള്ള ഒന്നിലധികം പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകൾ ഒരേ ബില്ലിൽ വരുമ്പോൾ ബില്ലുകൾ അക്കൗണ്ട് ചെയ്യുന്നവർക്ക് ഉപകരിക്കുന്നതിന് വേണ്ടി ഓരോ ടാക്സ് പെർസെൻറ്റേജിലും വരുന്ന എമൗണ്ടുകൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒറിജിനൽ ഇൻവോയ്സ് ആയിരിക്കും ഉപഭോക്താവിന് നൽകുന്നത്. രണ്ടാമത്തെ കോപ്പി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നവർ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ട്രാൻസ്പോർട്ട് ഉൾപ്പെടുന്നതാണെങ്കിൽ 3 കോപ്പികൾ തയ്യാറാക്കി രണ്ടാമത്തെ കോപ്പി ട്രാൻസ്പോർട്ട് ഏജൻസിക്ക് നൽകുകയും മൂന്നാമത്തെ കോപ്പി സൂക്ഷിച്ചു വെക്കാവുന്നതുമാണ്. ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ട ഒരു ഇൻവോയ്സ് ആയിരിക്കും വാറണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ ഉപകരിക്കുക. ബിസിനസ് ഉടമകൾക്കാണെങ്കിൽ ടാക്സ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ഇൻവോയ്സുകൾ തയ്യാറാക്കേണ്ടത് അത്യാവശ്യവുമാണ്. ബിസിനസ്സിൻ്റെ രീതികൾക്കനുസരിച്ച് HSN കോഡ്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിങ്ങനെയുള്ളവ കൂടുതലായി ഇൻവോയ്സുകളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഒരു എക്സൽ വർക്ക്ഷീറ്റിൽ പ്രിപ്പയർ ചെയ്ത ഇൻവോയ്സ് ഫോർമാറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത്തരത്തിലോ മാനുവലായി എഴുതി തയ്യാറാക്കുന്ന ബില്ലുകളോ ഉണ്ടാവാം. കൂടുതലും ഇന്ന് വിവിധ ബില്ലിംഗ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ ചെയ്യുന്നവയാണ്. ടാലി, ക്വിക്ക് ബുക്ക്, മാർഗ് എന്നിങ്ങനെ പല പേരിലുള്ള സോഫ്റ്റ്വെയറുകളെക്കുറിച്ച് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവണം. ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളുമായി ബന്ധപ്പെട്ടതാണ് ഇനി വരുന്ന ക്ലാസ്സുകൾ. താങ്ക്